അന്ന് വിട്ടുപോയ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. പിന്നെ ശ്രീദേവി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, തങ്കപ്പൻ ചേട്ടനെ ഇടിച്ചു കൊന്നത് ഒരു കോൺഗ്രസ്സുകാരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആ കാറ് കണ്ടുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തില SI അബ്ദുൾ ജബ്ബാർ. ആ കാറ് കണ്ടുപിടിച്ചിട്ട് വേണം എനിക്ക് മറ്റു ചില പേപ്പേഴ്സ് തയ്യാറാക്കി അയക്കാൻ. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഏറിയാൽ 3-4 ദിവസം. അല്ല വക്കീലേ, ഇതാരമ്മേ? ഇവിടെ അടുത്തുള്ളതാ. I am Vishnu. I am Advocate Vasudev. Nice meeting. Let it be nice always. Welcome. Thank you. വിഷ്ണുവിന്റെ അച്ഛനും അമ്മയ്ക്ക് അമേരിക്കയിലാ. വല്ലപ്പോഴൊക്കെ വരുള്ളൂ. ഞങ്ങള് നേരത്തെ പരിചയക്കാരാ. വിഷ്ണു മരണം അന്വേഷിച്ച് വന്നായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അമേരിക്കയിൽ കഴിയുന്നവർക്കൊക്കെ ഇത്തരം സെന്റിമെന്റ്സിൽ വിശ്വാസം ഉണ്ടോ? എല്ലാം വെറും ഒരു ഷോ അല്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. കാണണം. കാണല്ലോ. യെസ്. ആ റോട്ടിൽ നിന്നും ഈ വീട് കണ്ടിട്ടുള്ളതല്ലാതെ ഇതിനകത്ത് കയറുന്ന നടാടയാ. വീടായ ഇങ്ങനെ ഇരിക്കണം. ആഹാ, മനോഹരമായിരിക്കുന്നു. അതിരിക്കട്ടെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ? ആ വക്കീൽ എന്ത് വക്കീല? ആര്? ഇപ്പൊ തങ്കപ്പച്ചേട്ടന്റെ വീട്ടിൽ വെച്ച് കണ്ട വക്കീൽ വാസുദേവ്. ഓ, നമ്മടെ വക്കീല്. മിടുക്കൻ, മിടുമിടുക്കൻ. ആ വീട് കോടതിയാണോ? കോടതിയോ? മനസ്സിലായില്ലല്ലോ. പിന്നെ വക്കീലിന് വീട്ടിൽ എന്ത് കാര്യം? അളിയൻ കാറടിച്ചു മരിച്ചതിന്റെ നഷ്ടപരിഹാരത്തിനുള്ള കേസ് വക്കീലാ നടത്തുന്നത്. ആ കാറ് കിട്ടണം, എന്നാലേ ഇൻഷുറൻസിന്റെ കാശ് കിട്ടും. കാറ് കിട്ടുവോ? കിട്ടുമെന്നോ? അവൻ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ശരി, വക്കീല് പോയി കൊത്തി എടുത്തോണ്ട് വരും. പോരെങ്കിൽ സഹായത്തിന് SI ജബാറും കൂടി ഉണ്ട്. എന്റെ മോള് പറയുന്നത് കേൾക്കണം. വക്കീലിന്റെ ഓരോ വീരസാഹസങ്ങള്. അതൊക്കെ മോക്ക് എങ്ങനെ അറിയാം? അവള് വക്കീലിന്റെ ഓഫീസിലെ ടൈപ്പിസ്റ്റാ. അതുപോട്ടെ, വിഷ്ണു എത്രയും വേഗം മുഖ്യമന്ത്രി ഒന്ന് കാണണം. ഏത് മുഖ്യമന്ത്രി? അങ്കിൾ നാരായണ ചേട്ടാ, മുഖ്യമന്ത്രിയെ വിഷ്ണു അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അങ്കിളാ അല്ലേ? അങ്കിൾ അങ്കിൾ. എങ്കിൽ വിഷ്ണു അങ്കിളിനെ എത്രയും വേഗം ഒന്ന് കാണണം. ശ്രീദേവിക്ക് ആ ജോലി ഒന്ന് ശരിയാക്കി കൊടുക്കണം. അത് വിഷ്ണു ഏറ്റു. എല്ലാ കാര്യങ്ങളും വിഷ്ണു ഏറ്റു. എന്തായിട്ടെന്നാ പറഞ്ഞത്? എനിക്കൊരു മന്ത്രിയെ പോട്ടെ MLA പോലും പരിചയമില്ല, പിന്നല്ലേ മുഖ്യമന്ത്രി. അങ്കിള് തൊഴി വെച്ചോന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി അമേരിക്കക്ക് ചികിത്സയ്ക്ക് പോയപ്പോഴല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന്. പിന്നെ എങ്ങനെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്? ഇതൊന്നും അവർക്കറിയില്ല. പറഞ്ഞു കുളമാക്കാതിരുന്നാ മതി. വിഷ്ണുവിന് ആ കുട്ടിയുടെ കുടുംബത്തിനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇതാണ് പറ്റിയ അവസരം. അച്ഛൻ സർവീസിൽ നിന്ന് കാഞ്ഞു പോയതുകൊണ്ട് കുട്ടിക്ക് ജോലിക്ക് അർഹതയുണ്ട്. വിഷ്ണു തിരുവനന്തപുരത്ത് പോയി ചെറുതായിട്ട് ശ്രമിച്ചാൽ മതി, കാര്യം സാധിക്കും. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു കള്ളം പറയാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ് തട്ടിവിട്ടത്. ജോലിയുടെ കാര്യമൊക്കെ എങ്ങനെയെങ്കിലും ശരിയാക്കാം, പക്ഷെ ആ സമയത്താണ് നമ്മുടെ കാറ് കസ്റ്റഡിയിൽ എടുക്കുന്നെങ്കിലോ? വക്കീലിന്റെ മുത്തപ്പം വിചാരിച്ച ഈ കാറ് കണ്ടുപിടിക്കല. കാരണം എന്താ? ആ രാത്രി നടന്ന സംഭവത്തിന് ദൃക്സാക്ഷികളില്ല. പിന്നെ കവടി നിരത്തി കാറ് കണ്ടുപിടിച്ച ചരിത്രവും ഇല്ല. അതുകൊണ്ട് ആ പേടി വേണ്ട. എന്നാ പിന്നെ എന്നാ തിരുവനന്തപുരത്ത് പോകണ്ടെന്നുള്ള കാര്യം തീരുമാനിക്കേ. അവിടെ അതിരിക്കട്ടെ, ശ്രീദേവിയുടെ മുഖത്തൊന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? ആര്? ഞാനോ? എന്നോട് വേണോ വിഷ്ണു? ഒരു കാര്യം ഞാൻ പറയാം. മദാമുമാര് വളയുന്ന പോലെ നമ്മുടെ പെൺപിള്ളേര് വളയത്തില്ല. സൂക്ഷിക്കണം, ഇമേജ് കളയരുത്. നീ എന്താ തോമസ് കുട്ടി പറയുന്നത്? അതൊരു പാവം പെൺകുട്ടി, കാണാനൊക്കെ ഒരു ഇത്തിരി രസമുണ്ട്. അത് ഞാൻ സംഭവിച്ചു. അത്രയ്ക്ക് നല്ല രസമുണ്ടോ? എന്താ തോമസ് കുട്ടി? എനിക്ക് ജോലി ഉണ്ടാക്കരുത്. എന്താ സാർ വിളിച്ചത്? ലെറ്റർ വല്ലതും? ശോഭയിരിക്കൂ. സാറ് വളരെ ഗൗരവത്തിലാണല്ലോ. വിഷ്ണു ആരാണ്? വിഷ്ണു? അതെ, ശ്രീദേവിയുടെ വീട്ടിൽ ചുറ്റി കറങ്ങുന്ന വിഷ്ണു. ഓ, ആ വിഷ്ണു. ആ വിഷ്ണു, ഈ വിഷ്ണു, മഹാവിഷ്ണു ആയിക്കോട്ടെ, എന്താ അവന്റെ ഉദ്ദേശം? ഉദ്ദേശമൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും അമേരിക്കയിലാണ്. മംഗലശ്ശേരി തറവാട്ടിലെ അംഗമാണ്. വിഷ്ണുവും അമേരിക്കയിലാണ്. ഉടനെ തിരിച്ചു പോകും. അവന് ശ്രീദേവിയുടെ വീട്ടിൽ എന്താ കാര്യം? സാർ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ ഒരു വക്കീലാണ്, അത് മറക്കരുത്. എന്ത് സംശയമുണ്ടായാലും ഞാൻ അപ്പൊ ക്ലിയർ ചെയ്തിരിക്കും. പറയൂ. എന്തു പറയാൻ? വിഷ്ണുവിനെ കുറിച്ച് പറയാൻ. വിഷ്ണു അതിനുശേഷവും 2-3 തവണ അവിടെ ചെന്നിരുന്നു. ഉടനെ തന്നെ തിരുവനന്തപുരത്ത് പോയി ശ്രീദേവിക്ക് ജോലി ശരിയാക്കി കൊടുക്കുമെന്ന് ഏറ്റിട്ടുണ്ടെന്നും അച്ഛൻ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. അക്നോളജ്മെന്റ് കാർഡും രജിസ്ട്രേഷൻ നമ്പറും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇതെന്ത് സഹായം? ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. പിന്നെ വെറുതെ വീട്ടിലിരിക്കുന്ന ബോറടിയും മാറി കിട്ടും. എത്ര ദിവസം തിരുവനന്തപുരത്ത് താമസിക്കേണ്ടി വരും? എന്തിന് തിരുവനന്തപുരത്ത് താമസിക്കണം? നേരെ അവിടെ ചെല്ലുന്നു, മന്ത്രിയെ കാണുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു, നേരെ തിരിച്ചിങ്ങി പോരുന്നു. മന്ത്രി അവിടെ ഇല്ലെങ്കിലോ? ഉണ്ടാവും. ഇനി അദ്ദേഹം ഓഫീസിൽ ഇല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ഉണ്ടാവും.
പോയിട്ട് വരാം. ആ നല്ല ശൗനം. എന്താണ് എല്ലാവരും കൂടി ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. അതേ വക്കീലെ, ഇവളുടെ അച്ഛന്റെ ജോലി ഇവക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി വിഷ്ണു തിരുവനന്തപുരം വരെ പോവാ. ഓ, അതിനു വേണ്ടി ആരും ഇപ്പൊ ബുദ്ധിമുട്ടണമെന്നില്ല. വിഷ്ണു വിചാരിച്ചാൽ നടക്കും വക്കീലെ. മന്ത്രിയായിട്ട് വലിയ അടുപ്പത്തിലാ. അത്ര വലിയ അടുപ്പത്തിലാണോ? ആ. അത് ശരി. എന്നാൽ ആദ്യം ശ്രീദേവി ഇതൊന്ന് വായിച്ചു നോക്കിയേ. എന്താ വക്കീലെ? ശ്രീദേവിയെ ഇവിടത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ്. അമ്മയ്ക്കറിയാമോ, ശ്രീദേവിക്ക് ഈ ഓഫീസിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടാൻ വേണ്ടി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇലക്ട്രിസിറ്റി മിനിസ്റ്ററോട് ഉടക്കേണ്ടി വന്നു. അല്ല, ശ്രീദേവി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇത് ഐശ്വര്യമായിട്ട് 2 കൈ നീട്ടി വാങ്ങിക്കോളൂ. അടുത്ത ബുധനാഴ്ചയാണ് അമ്മ ജോയിൻ ചെയ്യേണ്ടത്. അമ്മേ, ഞാൻ വരാം. ആണെന്നേ, ഇത് ആണുങ്ങളില്ലാത്ത വീടാ. വെറുതെ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് എപ്പോഴും ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് ശരിയല്ല. ആളുകളെ കൊണ്ട് അതും ഇതും പറയിക്കണോ പ്രദേശ്? Keep it up. ആ, ചെല്ല് ചെല്ല് ചെല്ല്. അമ്മേ, ഇന്ന് ഊണ് ഇവിടെ നിന്ന് ആയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. വരൂ. എന്റെ സ്വന്തം വീട് പോലല്ലേ? ഇറക്ക്, ഇറക്ക്, ഇറക്ക്. എളുപ്പം ഇറക്ക്. ആ, പിടി, പതുക്കെ. എന്തായാലും പോരാ. എന്തു പറ്റി? അഡ്വക്കേറ്റ് രവികുമാറും അയാളുടെ ജൂനിയർമാരും കൂടെ ചേർന്ന് ടൗൺ ആസ്പത്രിയിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസായി കിടക്കുന്നത്. അയാൾക്കെന്താ ഈ ശവം? അയ്യോ സാർ, ഇത് ശവമല്ല. 3 ലക്ഷം രൂപയായി കിടക്കുന്നത്. ഇയാളുടെ 2 കയ്യ്, കാല്, നട്ടല്, വാരിയെല്ലാം ഒക്കെ ഒടിച്ചിട്ടുണ്ട്. ഇയാളുടെ എക്സ്റേ കണ്ടിട്ട് ഡോക്ടർ ബോധം കിട്ടു വീടും. ആ തക്കത്തിനാ ഞാൻ ഇത് അടിച്ചു മാറ്റിയത്. അപ്പൊ 3 അല്ല 5 ലക്ഷത്തിന് പിടിക്കാം. സാർ, കാറ്റ് പോകുന്നതിന് വേണ്ടി വക്കാലത്ത് ഒപ്പിടിച്ചിട്ട് ഇതിനെ വാർഡിൽ കൊണ്ട് കിടത്തണം. ഇപ്പോ ഈ അവസ്ഥയിൽ എങ്ങനെയാ? താൻ ആ മുദ്രപത്രവും സ്റ്റാമ്പ് പാഡും ഇങ്ങെടുത്തെ. ഓ, വേദന ഉണ്ടല്ലേ? സാരമില്ല. ലക്ഷങ്ങൾ കിട്ടുമ്പോ ഈ വേദന സുഖകരമായ ഒരു ഓർമ്മയായി മാറും. കൊണ്ടുപോക്കോ. ഇപ്പൊ തന്നെ ഞാൻ ക്ലെയിം ഫോം പ്രിപ്പയർ ചെയ്തേക്കാം. ഇപ്പോഴാ താൻ എന്റെ യഥാർത്ഥ ശിക്ഷനായത്. താങ്ക് യു സാർ.